പ്ലേ ബോയ് അല്ലെങ്കിൽ പ്ലേ ഗേൾ ഇങ്ങനെയുള്ള പ്രയോഗമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ പ്ലേ ഗേൾ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളുടെ പൊതു സ്വഭാവം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ പ്ലേ ബോയ്സിൻ്റെ ആറ്റിറ്റ്യൂഡോടെ കാണാം. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള പെൺകുട്ടികളുടെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായി അവർ വളരെ പെട്ടെന്ന് തന്നെ അപരിചിതരായ പുരുഷന്മാരോടൊപ്പം ഫ്രണ്ട്ഷിപ്പിലേക്കാവും. അതായത് ഹായ് എവിടെയെങ്കിലും ഒന്ന് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് നോക്കി ചിരിച്ചു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ നമ്പർ കൊടുക്കുക, വർത്തമാനം പറയുക, ഡെയിലി ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഹായ് പോയി, ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ബന്ധങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കും. അതുമാത്രമല്ല ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത് ഏതറ്റം വരെയും പോകാനുള്ള തരത്തിലേക്കുള്ള ആ ഒരു ബന്ധം അവർക്ക് ഉണ്ടാക്കാൻ യാതൊരു മടിയുമില്ല. സാധാരണഗതിയിൽ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപരിചിതരായ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനോടൊത്ത് ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് കുറച്ചേറെ സമയമെടുക്കും, മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാര്യത്തിനും ഭയങ്കര തിടുക്കമായിരിക്കും. അതായത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് കേട്ടിട്ടില്ലേ? പ്രഥമ ദൃഷ്ടിയാലുള്ള അനുരാഗം എന്ന് പറയുന്ന, അതായത് ഈ ആൺകൊച്ചുങ്ങൾക്ക് ഒരു പെണ്ണിനെ കാണുമ്പോൾ അവളുടെ ശരീരമൊക്കെ കണ്ടു, മുഖം കണ്ടു ഒക്കെ എന്ന് കാണുമ്പോൾ ഒരു താല്പര്യം തോന്നും. ഈ സമാനമായ രീതിയിലുള്ള ഒരു ചിന്തയായിരിക്കും ഇത്തരക്കാരായ സ്ത്രീകൾക്കും. അതായത് ഒരാണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കൊച്ചു വർത്താനം പറഞ്ഞു, ഉടനെ അവരെങ്ങ് ഇഷ്ടപ്പെട്ടു, പിന്നെ അവൻ്റെ ഒപ്പം എന്ത് വേണമെങ്കിലും അതായത് ലൈംഗിക ബന്ധം പുലർത്താൻ പോലും ഇവർക്ക് വലിയ മടിയൊന്നുമില്ല. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ല ഒരു ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ സാധാരണയുള്ള വ്യക്തിക്ക് ഇതിൽ നിന്ന് കരകയറി വരാൻ കുറേയേറെ ദിവസമെടുക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കും, ഒന്ന് കരയും എന്നൊക്കെ വരും. പക്ഷെ 3-ാം ദിവസം നിങ്ങൾ നോക്കുമ്പോൾ അവർ മറ്റൊരു സുഹൃത്തിൻ്റെ ഒപ്പം അടിച്ചൊളിച്ച് മുന്നോട്ട് പോവുകയായിരിക്കും ചെയ്യുന്നത്. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഒരേ സമയത്ത് ഒന്നിലേറെ പങ്കാളികളുണ്ടാവും. ഒരേ സമയത്ത് ഒന്നിലേറെ പങ്കാളി എന്ന് പറഞ്ഞാൽ കുറേയേറെ ആൾക്കാരുണ്ടാവും. അതായത് ക്യൂവിൽ നിർത്തുക എന്ന് പറയും. ഫസ്റ്റ് ചോയ്സ് ഒരുത്തിന് കൊടുക്കും, കുറച്ച് ദിവസം അവനെയൊക്കെ കൊണ്ടുവന്നു, അവനെ ബോറായി, ഇല്ലെങ്കിൽ അവൻ്റെ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടി, ഇല്ലെങ്കിൽ ഇനി അവനെ വേണ്ട എന്ന് തോന്നുമ്പോൾ, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ ഏതെങ്കിലും ആൺപിള്ളേർ ഇവർ ഇട്ടേച്ചു പോയാൽ പിറ്റേ ദിവസം തന്നെ അടുത്തയാളെ ആ ലിസ്റ്റിലേക്ക് പെടുത്തുന്ന ഒരു സ്വഭാവം. അതായത് ഒരേ സമയം കുറേ പേരെ നമ്മളെ ലിസ്റ്റിലുണ്ടാകും. ഒരുത്തൻ പോയാൽ മറ്റൊരുത്തൻ, അവൻ പോയാൽ 3-ാമതൊരുത്തൻ. ഈ ഒരു രീതിയിൽ ഇവർക്ക് ലിസ്റ്റിൽ ഒരു 5-6 പേരെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരാൾ തേച്ചിട്ട് പോയി ഇല്ലെങ്കിൽ ഇട്ടിട്ട് പോയെന്ന് വിചാരിച്ച് ഇവരുടെ ഹൃദയം അങ്ങ് തകർന്നു പോകാനോ ആത്മഹത്യ ചെയ്യാനൊന്നും ഇവർ പോവുകയില്ല. അടുത്തതായിട്ട് നമ്മൾ പറയേണ്ടത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായി ഇവരുടെ ഒപ്പമുള്ള പുരുഷ സുഹൃത്ത് ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്കും നിനക്കും വേറെ പെണ്ണുങ്ങളൊക്കെ ആകാം കേട്ടോ, ഫ്രണ്ട്ഷിപ്പ് ആകാം, എന്നോട് മാത്രം ഇങ്ങനെ ഒട്ടി നടക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ ഒരു സമീപനം പുലർത്താം. അതിൻ്റെ പിറകിൽ മറ്റൊരു കാര്യമുണ്ട്. ഈ പെൺകുട്ടിക്ക് ഇല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒന്നിലേറെ ബന്ധമുണ്ട് എന്ന് ഒപ്പമുള്ള ഒരാളെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ നീയും അങ്ങനെയില്ല, നിനക്കും ഉണ്ടല്ലോ, പക്ഷെ ഇവള് പ്രേരിപ്പിച്ചതെന്ന് പറയത്തില്ല. അപ്പം കുറ്റം തന്നെ വരാതിരിക്കാനും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് നിനക്ക് വേറെ ആൾക്കാരാകാമെന്ന് പുള്ളിക്കാർ തന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ച് മറ്റു ബന്ധങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു പ്രവണതയും ഇവരുടെ പ്രത്യേകതയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സീരിയസ് ആയിട്ടുള്ള ഒരു ബന്ധത്തിനോടൊന്നും വലിയ താല്പര്യം കാണിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ വിവാഹം കമ്മിറ്റഡ് ആകുക എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ച് മുന്നോട്ട് പോകണം, ആ ഒരു പരിപാടിക്ക് ഇവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകുകയില്ല. ഇവർ ബട്ടർഫ്ലൈസ് മാതിരിയാണ്. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, ഫ്ലർട്ട് ചെയ്തു, അടുത്ത ഇതിലേക്ക് പോകും. അതായത് സിറ്റുവേഷൻഷിപ്പ് ഇതൊക്കെയാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാളായിട്ട് ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, കുറച്ച് കാലത്തേക്ക് 1 മാസമാകും, 2 മാസമാകും, 1 വർഷം, 2 വർഷത്തേക്കാണ്. ആ ഒരു സമയത്ത് അവരുടെ ഇടയിൽ എല്ലാ സ്നേഹവും ഉണ്ടാവും, അടുപ്പമുണ്ടാവും, ശാരീരിക ബന്ധമുണ്ടാവും. അത് കഴിയുമ്പോൾ ടാറ്റ ബൈ നമ്മൾ പറഞ്ഞു ഒരു കോൺട്രാക്ട് ബേസിൽ എന്ന രീതിയിൽ ആ ബന്ധം അവസാനിപ്പിക്കും. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ ടേംസ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള നാനോഷിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഈ പുതുമ ഉള്ള പേരിൽ അറിയപ്പെടുന്ന ബന്ധങ്ങൾ മാത്രമേ ഇവർക്ക് താല്പര്യമുള്ളൂ. അതായത് പെർമനൻ്റ് ആയിട്ട് ഒരു ബന്ധത്തിൽ അവർ നിൽക്കത്തില്ല, അത് അവരെ കൊണ്ട് പറ്റത്തില്ലെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഇവരുടെ ഒപ്പം ഉണ്ടായിരിക്കുന്ന പങ്കാളി ഇപ്പോൾ ഇവരോട് കൂടുതൽ, ഇപ്പോൾ എല്ലാവരും ഇവരെ പോലെ ആയിരിക്കില്ലല്ലോ മറ്റുള്ളവർ, അപ്പോൾ കൂടുതൽ ആത്മാർത്ഥ സ്നേഹം കാണിച്ചു, അല്ലെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, ബർത്ത്ഡേ വിഷ് ചെയ്തില്ല, ഇങ്ങനെ നമ്മുടെ കാര്യത്തിൽ ഒരു
എന്താണ് ഒരു താല്പര്യം കാണിക്കാത്ത അവസ്ഥ വന്ന് നീ എന്നാ ഇങ്ങനെ ചെയ്യുന്നേ, നമുക്ക് വേദനയാവുന്നുണ്ട്, വിഷമമുണ്ട് എന്ന രീതിയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവർ പറയും നീ സില്ലി മാൻ, നീ ഈ പണ്ടത്തെ കാലത്ത് തന്നെയാണോ ഇപ്പോഴും ജീവിക്കുന്നത്, നീ ഇങ്ങനെ സില്ലി ആകാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇല്ലെങ്കിൽ ഒപ്പമുള്ള സുഹൃത്തിൻ്റെ പങ്കാളിയുടെയോ ഒക്കെ ആ വേദനയെ ഒരു തമാശവൽക്കരിച്ച് ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല, ചിരിച്ചിരിച്ച് ഇതൊക്കെ പണ്ടത്തെ ആറ്റിറ്റ്യൂഡാ എന്നുള്ള രീതിയിലേക്ക് ഇവർ എപ്പോഴും പങ്കാളിയെ കൺവിൻസ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരിക്കലും ഇവരുടെ ഭാഗത്തുനിന്ന് പങ്കാളിയോടൊരു ആത്മാർത്ഥമായ ബന്ധം എന്നതോ ഇല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. ചുരുക്കം ചില വ്യക്തികൾ, ഇത്തരത്തിലുള്ള സ്ത്രീകൾ ആ ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള പുരുഷനിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും, അതായത് പൈസയാകാം, സ്നേഹമാകാം, വസ്ത്രങ്ങൾ, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യവും മാക്സിമം വലിച്ചുകൊണ്ട് പോകുന്ന പ്രവണതയുണ്ട്. എന്നാൽ എല്ലാവരും അങ്ങനെയൊന്നും അല്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെ വലിക്കുന്ന പ്രവണതയൊന്നുമില്ല. നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആയിരിക്കുന്നു, എവിടെയെങ്കിലും പോകുന്നു, ഫുഡ് കഴിക്കുന്നു, അങ്ങനെ ഇങ്ങനെ പോകുന്നു. ഇനി വേറൊരു ടൈപ്പ് സ്ത്രീകളുണ്ട്, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞ് ഒരാളെ ഇല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലോ പാർക്കിൽ വെച്ച് ആരെങ്കിലുമൊക്കെ കാണുന്നു, അവരുമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്സ് ആവുന്നു, വർത്താനൊക്കെ പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം, എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള ആരാണെന്നോ അവരുടെ സ്വഭാവം എന്നൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ കൊണ്ടുപോയി തന്നെ റേപ്പ് ചെയ്യുന്നോ. ഇപ്പം നമ്മുടെ മലയാളത്തിലൊരു വ്ളോഗറുണ്ട്, ഞാൻ പറയുന്നില്ല, വിദേശ രാജ്യങ്ങൾക്ക് ചാടിക്കയറി കാണുന്നവരൊക്കെ കൊടുത്തി പോകും. അപ്പോൾ അവർ സെക്സ് ചെയ്യുന്നതല്ല പറഞ്ഞേ, വരുംവരായി ചിന്തിക്കാതെ കൊണ്ടുപോകുന്ന ആൾക്കാർ മിസ്യൂസ് ചെയ്യുമോ, തന്നെ അപകടപ്പെടുത്തുമോ, കൊല്ലുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വെക്കാതെ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ആവുന്ന അവർ വിളിക്കുന്നവർക്കൊക്കെ പോകുന്നു. ഇപ്പോൾ ഒരു ടൗണിൽ വെച്ച് ഒരാൾ കണ്ടു, ഐസ്ക്രീം കഴിച്ചു, കൊച്ചു വർത്താനം പറഞ്ഞു, നമുക്ക് അവിടെ നിന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞാൽ ഓക്കെ ചിരിച്ച് വീണ്ടും വണ്ടിയൊക്കെ കയറുന്നു, ചാടുന്നു, കയറുന്നു, പോകുന്നു. ചിലപ്പോൾ രാവിലെ പോയി വൈകിട്ട് കറങ്ങാനൊക്കെ പോയി തിരിച്ചു വന്നു. ആ ബന്ധം ചിലപ്പം അവിടെ കൊണ്ട് തീർന്നു. പിന്നെ അവർ അപരിചിതരായിരിക്കും, ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും അവർക്ക് താല്പര്യമില്ല. ആ പോകുന്നതിനിടയ്ക്ക് എന്തൊക്കെ വേണമെങ്കിലും സംഭവിക്കാതിരിക്കാം. പിന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്, ഇവർക്ക് ഈ പങ്കാളിയായിട്ടുള്ള വ്യക്തിക്ക് പുറമെ ധാരാളം പുരുഷ സുഹൃത്തുക്കളുണ്ടാവും. എന്തിനും പോകുന്ന പുരുഷ സുഹൃത്തുക്കൾ, അതായത് അവരുമായിട്ട് പുരുഷ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടാവണമെന്ന് യാതൊരു സാധ്യതയുമില്ല. അതായത് അവർക്ക് സ്നേഹിക്കാനും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാനും ഷെയർ ചെയ്യാനും എന്ത് കാര്യത്തിനും കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ചങ്ക് ഫ്രണ്ട്സ് കുറേ ഉണ്ടാവും. അവർക്കായിട്ട് നല്ല ഒരു ആത്മബന്ധം ഇവർ പുലർത്തും. അത്യാവശ്യം സാമ്പത്തിക ബന്ധങ്ങൾ, പൈസ കടം കൊടുക്കണോ, മൊബൈൽ ചാർജ് ചെയ്യണോ, നല്ലൊരു ഡ്രസ്സ് വാങ്ങി കൊടുക്കണോ, ഒരു പാർട്ടിക്ക് പോകണോ, ഇല്ലെങ്കിൽ നല്ലൊരു അവരുടെയൊക്കെ പൊന്നു പെങ്ങളായിട്ടോ, ഇങ്ങനെയൊക്കെ ഏത് രീതിയിലുള്ള വേഷം കെട്ടാൻ ഇവർ തയ്യാറായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ഒരു പറ്റം സുഹൃത്തുക്കൾ ഇവിടെ കൂട്ടി കാണാം. അതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ, ഇപ്പോൾ ഈ പങ്കാളിയെ കിട്ടിയില്ലെങ്കിലും ഒന്നോ രണ്ടോ പങ്കാളികളോ ഇവർ ഇട്ടേച്ചു പോയാലും ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ അവരുടെ കൂട്ടത്തിൽ എപ്പോഴും എന്തിനും തയ്യാറായിട്ടുണ്ടായിരിക്കും. ഇത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ പ്ലേ ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പ്രത്യേകത ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇന്നത്തെ കാലത്തിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ കണ്ടു, അല്ലെങ്കിൽ 2-3 ലക്ഷണം കണ്ട് അവളൊരു പ്ലേ ഗേളാണ്, അല്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം വരാൻ പറഞ്ഞ പ്ലേ ബോയ് ആണ് എന്നൊന്നും ചിന്തിക്കരുത്. ഈ ലക്ഷണങ്ങൾ അടിക്കടി ആവർത്തിക്കുക. അതുപോലെ ഒരു ബന്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് ഒരു പോസിലും ഉണ്ടാകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് ഇന്നലെ കഴിഞ്ഞു. പണ്ട് നമ്മുടെ നായനാർ പറഞ്ഞാൽ ഇന്നലെ ഒരു ചായ കുടിച്ചു, അമേരിക്കയിലേക്ക് ബലാത്സംഗം ഒരു ചായ കുടി പോലെയാണെന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒരു ബന്ധം ഉണ്ടായി പോയി, ഓക്കെ പോട്ടെ, അടുത്ത ദിവസം വേറെ ഒരാളെ കാണുന്നു, അതിലും നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നു. അപ്പം നമ്മുടെ പ്രശസ്തിയായ ഒരു അർക്കിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, പുള്ളിക്കാരിയുടെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, വളരെ ചെറിയ പ്രായം, 10 പേരുണ്ടായിട്ടുണ്ട്. ഓരോ തവണയും ഒന്നിലേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആളുകളാണ് തൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് അവർ വളരെ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ബന്ധം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അവരൊന്നും ഇങ്ങനെ വന്ന് തുറന്നു പറയത്തില്ല. അവർക്ക് അതിനകത്തൊരു പ്രശ്നമായിട്ട് കാണുന്നേ ഇല്ല. പിന്നെ ഇത്രക്കാട്ട് മറ്റൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഇവർക്ക് ആരെയും അല്ലെങ്കിൽ സമൂഹത്തെ, ഇവരുടെ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അവർക്ക് ഭയമില്ല. സ്വതന്ത്രരായിട്ട് ജീവിക്കുകയും അവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ കൃത്യമായിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകളാണ്. ഇവർക്ക് ലഹരി ഉപയോഗമോ മറ്റു കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമായിട്ട് മാറാറില്ല. അല്ലെങ്കിൽ ഇവരിതെല്ലാം ഉപയോഗിക്കും, അതിനൊന്നും അവർ വലിയ പ്രശ്നമായിട്ട് കണക്കാക്കാറില്ല. പക്ഷെ ഇവർ അസാധ്യമായ രീതിയിൽ ആളുകളെ ആകർഷിക്കാൻ കഴിവുള്ളവരും വളരെ ആക്റ്റീവായിട്ടായിരിക്കുന്ന ആളുകളുമാണ് എന്നതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണേ. താങ്ക് യു, ബൈ.